ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് മുട്ട വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മുട്ടക്കറി റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കായാലും ഇടിയപ്പത്തിനായാലും അപ്പത്തിനായാലും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോഴേ നമ്മളിന്ന് മുട്ട വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സൈഡ് ഡിഷായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഓരോ മുട്ട ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോ തട്ടിലും മുട്ട ഒഴിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ രീതിക്ക് തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. പിന്നെ ഞാനിതാ ഒരല്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ഒരല്പം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, കാണാനൊരു ഭംഗി ഉണ്ടാവും. നമ്മളിത് പൊട്ടിച്ചെടുക്കുന്നില്ലല്ലോ. നമുക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. ഉപ്പ് പൊടി മാത്രം ചേർത്തെടുത്താൽ മതിയാവും. അപ്പം ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മുട്ട വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടാണ്. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റിയെടുക്കാം, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതുക്കി എടുത്തിട്ടുണ്ട്, എരിവിനാവശ്യമായിട്ടുള്ളൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഇനി ഇതാ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് കടുക്, ജലയിൽ ഉലുവ, നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ജീരകം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ച് നമ്മുടെ സവോള, പച്ചമുളക്, ഇത്രയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. പെട്ടെന്നൊന്ന് ഉള്ളി വഴണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെച്ച് റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരണം. സോഫ്റ്റായി ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി,
അതിനോടൊപ്പം തന്നെ വളരെ കുറച്ച് മീറ്റ് മസാല. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരല്പം കുരുമുളക് പൊടി. ഇനി ഇത് നല്ല പോലെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് നല്ലപോലെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത തക്കാളിയുടെ ആ ഒരു പേസ്റ്റൊക്കെ നല്ലപോലെ കണ്ടിന്യൂ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഗരം മസാല പൊടിച്ചത്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരൽപ്പം പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഗ്രേവി കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഗ്രേവിയിൽ ചെയ്തെടുക്കുന്നില്ല. നമ്മളിതിൻ്റെ കൂടെ ഇടിയപ്പത്തിനാണ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മല്ലിയില പുതിനയിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടുന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 മുട്ടയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഇതിൻ്റെ മീതൊക്കെ ഒന്ന് കറിയൊക്കെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കോ ഒരു ബൗളിലേക്കോ നമുക്ക് മാറ്റിയെടുക്കാം. എപ്പോഴും നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ അല്ലേ നമ്മൾ എപ്പോഴും മുട്ടക്കറിയായാലും കറിയായാലൊക്കെ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളല്ലേ, ഒത്തിരി പ്രയാസമൊന്നുമില്ലാതെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കറി റെഡിയാക്കി നോക്കട്ടോ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കറി ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മൾ ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം തേങ്ങാപ്പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി കൂട്ടിയിട്ട് തന്നെ ഒഴിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള
കണ്ടില്ലേ? അപ്പം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ആയാലും അതേപോലെ പത്തിരി, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. വെള്ളപ്പത്തിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ.